ഫ്ലാഷ് ബാക്ക്. എന്നടാ ആ നായിന്റെ മോൻ പോയെന്ന് എങ്ങോട്ട് അറിയില്ലെന്നേ. വിടരുന്നവനെ. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയായ യുവതി ഒളിവിൽ. മൈ ഗോഡ്, ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും വലിയ വീരശൂര പരാക്രമങ്ങൾ ഉണ്ടായിട്ടും ഒരു ക്രിമിനൽ രക്ഷപ്പെട്ടെന്നോ? ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതിയായ ഷിഞ്ചിത മുസ്തഫ ഒളിവിൽ പോയത്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. പക്ഷേ ഈ കാര്യത്തില് ശരിയായ ഭാഗത്താ. അതാണൊരു പേടി. പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കിയെന്ന ആരോപണവുമായി ദീപകിന്റെ കുടുംബം രംഗത്തെത്തി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവേത് അതൊന്ന് പറ. എങ്ങോട്ടാണോ പന്ന പറനാരെ കൊണ്ടുപോയത്? കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. അവനെ ഏത് പാതാളത്തെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. അതിനിടെ പ്രതി ഷിംജിത മുസ്തഫ കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിണ്ടരുത്. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? എങ്ങനെ വരാനൊക്കെ ഉണ്ട്. ആനീഷ് മട്ടിലും മാണിയർ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള പരകം പാച്ചിലല്ലേ. അതിന്റെ ഇടയിൽ എന്തരണ്ണ എന്തരപ്പ എന്തായാലും സ്വന്തം ചുവാരുകള്. ഷിംജിതയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു പോലീസ്. ഷിംജിത രാജ്യം തന്നെ വിട്ടേക്കും എന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് നീക്കം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണേലും ശരി, ഖദറാണേലും ശരി. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. നിങ്ങളുടെ ആരുടെ സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. എന്നാ പോയി പിടിക്കേ. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടവൻ. പിടിക്കുവടാ പിടിക്കും. ഈ പീതാംബരന തൊരപ്പന പിടിക്കും. പിടിച്ചവന്റെ കൂമ്പിലിട്ട് ഇടിക്കും. Many unbearable hours later. ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിലായി. എടോ 316 അവനെ ഇങ്ങോട്ട് ഇറക്ക. എന്റെ അമ്മോ, അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. വടകരയിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. അവിടെ വെച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. ടൗൺ എസ് ആണ്. ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇന്നൊന്നും ഓർമ്മയില്ലടോ. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒപ്പം തന്നെ മഫ്തിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് ബന്ധുവീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ വേണം, അങ്ങനെ വേണം. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. സാധാരണ ഒരു പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വാഹനത്തിലാണ് കൊണ്ടുവരിക. അയ്യോ എന്ത് അത്ഭുതം. ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട്. ആരുടെ നിർദ്ദേശത്തിലാണ് സ്വകാര്യ വാഹനത്തിൽ VIP പരിരക്ഷ കൊടുത്തുകൊണ്ട് ഈ കൊലയാളിയെ കൊണ്ടുവരുന്നത്? വളരെ കൃത്യമായിട്ട് ചില ഉന്നതർ ഇവരെ സംരക്ഷിക്കാനും ജാമ്യം ലഭിക്കാനും പരിശ്രമം നടത്തുന്നുണ്ട്. കുപ്പിന്നിറങ്ങിയ ഭൂതമോലെ കൊറോണമാര് വിളിക്കും അവന് വേണ്ടിയിട്ട്. ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. എന്തായാലും ജനങ്ങൾ ഇതൊന്നും അംഗീകരിച്ചു തരില്ല. ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അതിനിവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും മോഹൻ. മാത്രമല്ല അടിയേറ്റ് പൊളിയുന്നവന്റെ വേദന അവൻ അറിയണം. റിമാൻഡ് ചെയ്തിരിക്കുന്നു. കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കുള്ള സ്വാഭാവിക റിമാൻഡാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സമാധാനായില്ലേ? ഇനി കുറച്ചു ദിവസം പോയി യാത്ര സാറേ ഇപ്പോ ഏറെക്കുറെ നമ്മൾ ഹാപ്പിയായി. Meanwhile, മണ്ടോതിരി ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്നും ഈ ജന്മത്തെ നന്നാവില്ല കേട്ടോ. അതെ, കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായി ഇപ്പൊ എന്റെ സ്ഥിതി. സോഷ്യൽ മീഡിയ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, ഞാൻ വന്നിട്ട് തരാട്ടോ. ഒന്നോർത്തോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നതേ വരൂ. വല്ല കാര്യണ്ടടാ? ഒരു കാര്യമില്ല. അതാണ്